ഹലോ, അപ്പോൾ ഇന്നൊരു ചെറിയ ക്രാഫ്റ്റാണ്. അപ്പോൾ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് ഇന്നത്തെ പുതിയൊരു ക്രാഫ്റ്റ്. പിന്നെ ഞാൻ ഫാനും വിൻഡോസിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. കാരണം കുറച്ച് സൗണ്ട്, കാറ്റിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്നിട്ട് ഞാനത് റെഡി ആയിട്ട് എൻ്റെ അമ്മയുടെ ഫോണിലാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ഫോൺ അപ്പുറത്ത് മാറ്റി വെച്ചേക്കുകയാണ്, കാരണം ട്രീസ് എടുക്കാനുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നെയിം സ്ലിപ്സാണ്. ചില സമയത്താണെങ്കിൽ നെയിം സ്ലിപ്സ് ഒന്നും കിട്ടാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നെയിം സ്ലിപ്പായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. ഇതൊക്കെ വെറും ഷോ ആണെന്ന് വിചാരിക്കേണ്ട, ശരിക്കും ഞാൻ വരച്ചിട്ട് വെട്ടിയതാണ്. എന്നിട്ട് ഞാനിതിങ്ങനെ വെട്ടിയപ്പോൾ കുളമായി. എന്നിട്ട് ഞാൻ വീണ്ടും ട്രീസ് എടുത്തപ്പോൾ അപ്പോഴും വീണ്ടും കുളമായി. അപ്പോൾ ഞാനത് വലിച്ചു തുറച്ച് കളഞ്ഞ് അത് കാണിച്ചിട്ടില്ല അതിൽ. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അത് കാര്യം മറന്നുപോയി. എന്നിട്ട് പുതിയത് വേറെ വെട്ടിയിട്ടാണ് ആക്കിയത്. പിന്നെ ഞാൻ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, പിൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ക്യൂട്ട് ബണ്ണീസാണ് വേണ്ടെങ്കിൽ, അവരുടെ പിക്ചേഴ്സാണ് വേണ്ടെങ്കിൽ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാണ് സെലക്ട് ചെയ്തത്. ഞാൻ ക്യൂട്ട് ബണ്ണീസിന് അടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കണം. ഇത് ഡൗൺലോഡ് ഇമേജ് വന്നാൽ നമുക്ക് പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ സേവ് ചെയ്തില്ല, സേവ് ചെയ്തിട്ട് വേണം ഫോണിൻ്റെ പണി തീരാൻ. എന്നിട്ട് ഞാൻ പേപ്പർ കോപ്പി ആപ്പ് എടുത്തിട്ട് നമ്മൾക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഇതെടുത്തിട്ട് ഓക്കെ ഗോട്ട് ഇറ്റ്. ചില സമയത്താണ് അത് കാണിക്കുക, ചില സമയത്ത് കാണിക്കില്ല. പിന്നെ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ വോളിയം ഡൗൺ ബട്ടൺ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ അത് ലോക്കാവും. ഞാനിത് കുറേ ആക്കിയിട്ട് അത് ലോക്കാവുക ഇങ്ങനെ കുറേ ഞെക്കിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ഞെക്കി ഓഫാക്കി. അപ്പോൾ കുറച്ച് സമാധാനമായി. എന്നിട്ട് ഇത് മൂവ് ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരയ്ക്കാം. കണ്ടോ, ആ പേപ്പറിൻ്റെ പകുതി മുക്കാൽ ഭാഗവും ഇങ്ങനെയായിരുന്നു. ഇത് ഞാൻ വരച്ച് വന്നപ്പോൾ ആ പേപ്പർ മൊത്തം ഫില്ലായി. അപ്പോൾ ഞാനത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ വാങ്ങിച്ച് കയ്യുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് പിന്നെ ചെയ്തത്, കളറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി. അപ്പോൾ ഇതാണ് നെയിംസ്. ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതാൻ പോവുകയാണ്. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ക്യാമറ ഓഫ് ആയതൊന്നും കാണുന്നില്ല. അങ്ങനെ പുതിയ ക്ലാസ്സിലുള്ള നെയിം സ്ലിപ്പായി. പക്ഷേ ഒരു പ്രശ്നം, ഞാൻ 4th നിന്നാണ് അതിൽ എഴുതിയത്. കാരണം എൻ്റെ പഴയ ക്ലാസ്സാണ് ഞാൻ എഴുതിയത്. പുതിയ ക്ലാസ്സിക്കുള്ളത് പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ പഴയ ക്ലാസ്സാണ് എഴുതിയത്. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എഴുതിയത് ക്യാമറ ഓഫ് ആയിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.